വെരി ഗുഡ് മോർണിംഗ് ശ്രീ എം വിജയൻ. വാമോസ് അർജന്റീന മെസ്സി ടീം എത്തുകയാണ് കേരളത്തിൽ. സന്തോഷം എനിക്കറിയാം. തീർച്ചയായും അങ്ങേപ്പോലുള്ള യഥാർത്ഥ ഫുട്ബോൾ പ്രേമികർക്ക് അതൊരു വല്ലാത്തൊരു ആവേശമായിരിക്കും അല്ലേ ശ്രീ എം വിജയൻ? തീർച്ചയായിട്ടും ചേട്ടാ, നമ്മളൊക്കെ സംബന്ധിച്ച് വലിയൊരു അത്രയും ആരാധിക്കുന്ന ഒരു പ്ലെയറാണ്. അത് പല കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു, പക്ഷെ അതിനൊക്കെ മറികടന്ന് കേരളത്തിലേക്ക് മെസ്സി വരുമെന്ന് പറയുമ്പോൾ ഫുട്ബോൾ പ്രേമികൾ, കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ അത്രയധികം ആരാധിക്കുന്ന ഒരാൾ നമ്മുടെ നാട്ടിൽ വരാമെന്ന് പറഞ്ഞ വലിയൊരു കാര്യമല്ല ചേട്ടാ. മാത്രമല്ല ശ്രീ എം വിജയൻ, ഈ യഥാർത്ഥത്തിൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യർ ഇപ്പോൾ നമ്മളുടെ ഈ വാർത്ത വരുമ്പോൾ തന്നെ അവരത് അങ്ങ് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ വന്നു പോകുമ്പോൾ അത് കേരളത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു തരംഗം അത് വലുതായിരിക്കില്ലേ ശ്രീ എം വിജയൻ? പിന്നെ തീർച്ചയായിട്ടും ആദ്യമായിട്ടുള്ള മെസ്സി കേരളത്തിലേക്ക് വരുന്നത് അത് വലിയൊരു സംഭവം തന്നെയല്ലേ. കാരണം അർജന്റീൻ ടീം മറ്റേ വേൾഡ് കപ്പ് എടുത്തപ്പോൾ മുഖ്യമന്ത്രിനെ കാണാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും പോയിട്ടുണ്ടായിരുന്നു അതിന്. പക്ഷെ അവരുടെ അവിടെ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അർജന്റീന. അപ്പോൾ അവർ പറഞ്ഞാണ് കേരളത്തിൽ നിന്ന് എല്ലാ ടീമുകൾക്കും, പക്ഷെ പ്രത്യേകിച്ച് അർജന്റീനയ്ക്ക് ഈ കപ്പ് എടുക്കാൻ ഏറ്റവും അധികം സപ്പോർട്ടേഴ്സ് ഉണ്ടായത് അവരുടെ നാട്ടിനേക്കാളും മറ്റുള്ള നാട്ടിനേക്കാളും ഏറ്റവും അധികം കേരളത്തിൽ നിന്നാണ് ഉണ്ടായത്. അങ്ങനെ പറഞ്ഞിട്ടാണ് മെസ്സിയുടെ ഒരു ജേഴ്സി മുഖ്യമന്ത്രിക്ക് കൊടുത്തത്. ആ ഒരു ഫംഗ്ഷന് ഞാനുണ്ടായിരുന്നു. അപ്പോൾ അത്രയധികം ആരാധനയുള്ളതെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും പല കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു, വരില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതൊക്കെ മറികടന്ന് വരുമ്പോൾ എൻ്റെ സ്പോർട്സ് സൗണ്ട്സ് പ്രസിഡൻ്റ് ഉണ്ട്, ഷർഫി എന്ന് പറഞ്ഞിട്ട്, ഷർഫ് സാറിന്ന് വിളിക്കുന്നത്. ആൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, മെസ്സി വരും. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ പറയാം, അയ്യോ ഇതിങ്ങനെ പറയണു, ഇത് അങ്ങനെ പറയണു സാറേ എന്ന് പറയുമ്പോൾ, ഇല്ലടോ മെസ്സി വരും എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് നവംബർ ആകുമ്പോൾ തീർച്ചയായിട്ടും മെസ്സി ഇവിടെ എത്തിയിരിക്കും. ഈ കളിക്കാരെ നേരിട്ട് കാണുക, നമ്മൾ ടെലിവിഷനിൽ മാത്രം കണ്ടിരുന്ന, നമ്മൾ ഒരുപക്ഷെ സ്വപ്നത്തിൽ കണ്ടിരുന്നവർ നമ്മുടെ മുന്നിൽ വരുമ്പോൾ അത് ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ഗെയിമിന് കേരളത്തിൽ കൊടുക്കാൻ പോകുന്ന ഒരു വലിയ പ്രോത്സാഹനം കൂടിയായിരിക്കില്ലേ അത്? കേരളം ആ അർത്ഥത്തിൽ ഇപ്പോൾ ക്രിക്കറ്റ് ആണെങ്കിലും മറ്റ് ഗെയിമുകളൊക്കെ കേരളത്തിൽ ഉണ്ടെങ്കിൽ പോലും ഫുട്ബോൾ എന്നുള്ളതിന് കേരളത്തിൽ മെസ്സി വന്നതിനു ശേഷം ഒരു പുതിയ കാലം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ ശ്രീ എം വിജയൻ? അല്ല, മറ്റേ ഇപ്പോൾ ന്യൂ ജനറേഷൻ ചെറിയ പിള്ളേർക്ക് വലിയൊരു പ്രോത്സാഹനമായിരിക്കും. മെസ്സിനൊക്കെ കാണാം എന്നൊക്കെ പറയുന്നു, മെസ്സിനെ പോലെ കളിക്കാൻ പറ്റാന്നൊക്കെ പറഞ്ഞ പിള്ളേർക്ക്, ഇപ്പോൾ വളർന്നു വരുന്ന പിള്ളേർക്ക്, ഗ്രാസ് റൂട്ടിലുള്ള പിള്ളേർക്ക് ഭയങ്കര പ്രോത്സാഹനമായിരിക്കും അത്. തീർച്ചയായിട്ടും കേരളത്തിൽ മെസ്സി വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ഭയങ്കര ഒരു ഇൻസ്പിറേഷനായിരിക്കും, കളിക്കാനുള്ളൊരു ഇൻസ്പിറേഷനും. പിന്നെ മെസ്സി എന്ന് പറഞ്ഞ ഒരാളിനെ കാണാൻ പറ്റുന്നു. മെസ്സിനെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്, ഞാൻ കുറേ വേൾഡ് കപ്പ് കണ്ടിട്ടുള്ള കാരണം കളിയിരുന്ന് ദൂരത്തിരുന്ന് കണ്ടിട്ടുള്ളൂ, ഗാലറിയിലിരുന്ന് കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത്ര അടുത്ത് കാണാൻ പറ്റുന്നത് ഇപ്പൊ നമ്മുടെ അവിടെ കേരളത്തിൽ വരുമ്പോഴാണ്. മെസ്സിക്ക് നേരിട്ട് കൈ കൊടുത്തിട്ടുണ്ടോ ശ്രീ എം വിജയൻ? അങ്ങനെ അടുത്ത് കാണാൻ പറ്റിയിട്ടില്ലല്ലേ? ഇല്ല 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 അത് എനിക്ക് പറ്റിയില്ല. കാരണം നമ്മൾ കളി കണ്ടിട്ടുണ്ട്, ഗാലറിയിലിരുന്നിട്ട് കളിയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അടുത്ത ഒരു കൈയൊന്നും കൊടുക്കാൻ പറ്റിയില്ല. നമുക്ക് പ്രതീക്ഷിക്കാം തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നേരിട്ട് കൈയൊക്കെ കൊടുത്ത് വലിയൊരു ഭാഗ്യം. കാരണം മറഡോണിന്റെ അടുത്ത് ചെന്നപ്പോൾ ഒരു ആവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവത്തിന് മുന്നിൽ കണ്ട പോലെയാണ്. പക്ഷെ അതേപോലെ തന്നെ മെസ്സിനെ ആരാധിക്കുന്നതാണ് നമ്മളൊക്കെ. ഞാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ കേരളം, എല്ലാ മലയാളി, എല്ലാ ഫുട്ബോൾ പ്രേമികളും അത്രയധികം സ്നേഹിക്കുന്നതാണ് മെസ്സിനെ. ഓക്കെ, അപ്പോൾ ഒന്ന് മെസ്സിയെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, ഒന്ന് ആശ്ലേഷിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ശ്രീ എം വിജയനും. നമുക്ക് വാമോസ് അർജന്റീന പറഞ്ഞ, എനിക്കറിയാം അങ്ങേക്ക് തിരക്കുണ്ട് എന്നറിയാം. വാമോസ് അർജന്റീന പറഞ്ഞ കേരളത്തിൽ നമുക്ക് ആ സമ്മാനം കൊടുക്കാം. ചേട്ടാ, ഓ വാമോസ് അർജന്റീന ചേട്ടൻ്റെ നാവ് പൊന്നായി പോട്ടെ. തീർച്ചയായിട്ടും അതുണ്ടാവും. ശ്രീ എം വിജയൻ അല്ലെങ്കിൽ കേരളത്തിൽ ആർക്കാണ് അദ്ദേഹത്തെ ഇത്രയെ ആശ്ലേഷിക്കാനുള്ള ഒരു അധികാരമുള്ളത് അല്ലേ? ആ അർത്ഥത്തിൽ വാമോസ് അർജന്റീന ശ്രീ എം വിജയൻ. അയ്യോ